നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ചെറിയ ചെറിയ ആനന്ദങ്ങൾ പോലും നമ്മുടെ അന്തരാത്മാവിൽ നിന്നാണ് ലഭിക്കുക. കാലദേശ വസ്തുക്കളാൽ ബാധിക്കപ്പെടാതെ ഒരേ ഒരു വസ്തു ഈശ്വരനാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവാണ്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ ആനന്ദങ്ങൾ പോലും നമ്മുടെ ആത്മാനന്ദത്തിൻ്റെ പ്രതിഫലനമാണ്. ആനന്ദം ഒരു വസ്തുവിലാണെങ്കിൽ അത് എല്ലാവർക്കും എപ്പോഴും അനുഭവിക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് സിഗരറ്റ് വലിക്കുന്നത് ആനന്ദം നൽകുന്നു, പക്ഷെ അതേസമയം മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നിക്കാം. ആ പുക മൂക്ക് പോയാൽ തന്നെ തലവേദന ഉണ്ടാകും, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഈ ആനന്ദം ഇവിടെ നിന്നാണ് വരുന്നത്? വസ്തു എന്നല്ല. കാരണം വസ്തു എന്ന് വരികയാണെങ്കിൽ എല്ലാവർക്കും ആ വസ്തു ഉപയോഗിക്കുമ്പോൾ ആനന്ദം കിട്ടണം. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു വസ്തുവിനെ ആഗ്രഹിച്ചാൽ അത് കിട്ടുന്നവരെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അത് കിട്ടിയാൽ മനസ്സ് ശാന്തമാകും. ഇവിടെ മനസ്സ് ശാന്തമായത് കൊണ്ടാണ് ആനന്ദം ലഭിക്കുന്നത്, അല്ലാതെ ആ വസ്തുവിൽ നിന്നല്ല.